സ്പോട്ട് ലൈവിന് പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയം കോരുത്തോട് വാഹനമിടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ കാർ 5 മാസത്തിന് ശേഷം കണ്ടെത്തി. ഹൈദരാബാദിൽ നിന്നും മുണ്ടക്കയം പോലീസാണ് എർട്ടിഗ കാർ കണ്ടെത്തിയത്. വാഹനമോടിച്ച ദിനേശ് റെഡ്ഡിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഡിസംബർ 15-ന് കോരുത്തോടുണ്ടായ അപകടത്തിലാണ് 88 വയസ്സുള്ള തങ്കമ്മ മരിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, സാധാരണ നമുക്കറിയാം ഒരു അപകടമൊക്കെ സംഭവിച്ച് ഒരു മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം മാത്രമേ ഇത് പിടികൂടാൻ കഴിയണം. അതല്ലെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ വാഹനമാണെങ്കിൽ ഹൈദരാബാദിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് ഈ വാഹനം തന്നെയാണ്, ഈ കാറ് തന്നെയാണ് ഇടിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്? ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ സമയത്തെ CCTV അടക്കം, മേഖലയിലുള്ള CCTV, ഒപ്പം തന്നെ ദൃക്സാക്ഷികളുടെ അടക്കം വിവരം ഒരു വെള്ള എർട്ടിഗ കാറാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്ന് മാത്രമാണ് കണ്ടെത്തിയത്. വാഹന നമ്പർ അടക്കം പിന്നീട് CCTVയിൽ നിന്നടക്കം പരിശോധിച്ചുകൊണ്ട് തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ദിനേശ് റെഡ്ഡി എന്ന ആൾ ഓടിച്ച ഹൈദരാബാദിൽ നിന്നുള്ള എർട്ടിഗ കാറാണ് ഈ അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞത് എന്ന് തിരിച്ചറിയുകയായിരുന്നു. എന്തായാലും ശബരിമല തീർത്ഥാടകരാണ്. ആ സമയത്ത് നമുക്കറിയാം എത്രയോ വാഹനങ്ങൾ, സമാനമായ രീതിയിലുള്ള വാഹനങ്ങൾ തന്നെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയായിരുന്നു ഇത്. മുണ്ടക്കയത്ത് നിന്ന്, അതായത് സാധാരണ കുമളി ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു വന്ന് മുണ്ടക്കയത്ത് നിന്ന് പിന്നീട് കോരുത്തോട് വഴി കണമല എത്തിയാണ് ഈ വാഹനങ്ങൾ ശബരിമലയ്ക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ റൂട്ടിലുള്ള വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹന നമ്പർ കണ്ടെത്തുകയും അങ്ങനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഏതാണ്ട് 5 മാസത്തിന് ശേഷം ഈ സംഭവം ഈ പ്രതിയെ അടക്കം പിടികൂടുന്നത്. ഡിസംബർ 15-നായിരുന്നു പനക്കച്ചിറ എന്ന സ്ഥലത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. 88 വയസ്സുകാരിയായിരുന്നു ഈ മരിച്ച തങ്കമ്മ. അവർ വഴിവക്കിൽ നിൽക്കുമ്പോഴാണ് ഈ വാഹനം ഇടിച്ച് കടന്നു കളയുന്നത്. എന്തായാലും മുണ്ടക്കയം പോലീസ് ഈ പ്രതിയെ കൊണ്ടുവരികയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് 5 മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും അല്പം ബുദ്ധിമുട്ടേറിയ ഒരു കേസിൽ ഒരു പ്രതിയെ, കൃത്യമായ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസം. തീർച്ചയായും അത് പോലീസിനെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം സാധാരണ ഇത്തരം കേസുകളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്ര ഊർജിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാറില്ലെങ്കിലും കോട്ടയം കോരുത്തോട് ഈ സംഭവം, വാഹനമിടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനം 5 മാസത്തിന് ശേഷം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.